അന്നേരം അതിനെക്കുറിച്ച് സംസാരിച്ചാൽ മതിയല്ലോ. കൂടുതൽ വരുന്നതിന് മുമ്പ് കൂടുതൽ കാര്യങ്ങൾ പറയണ്ട. 2 വർഷം കഴിഞ്ഞിട്ട് വെള്ളപ്പൊക്കം വരുമെങ്കിൽ ഇപ്പോഴേ തുണി പൊക്കി കാണിക്കണ്ടല്ലോ, അല്ല തുണി പൊക്കി നടക്കണ്ടല്ലോ, അന്നേരം ചെയ്യാമെന്ന്. അപ്പോൾ ജനാധിപത്യം എന്നത് മനുഷ്യന്റെ അവകാശമാണ്. എത്രയൊക്കെ എന്തൊക്കെ നിങ്ങൾ വാരിക്കോരി കൊടുത്തിരുന്നാലും ശരി, എത്ര വശീകരിക്കാൻ ശ്രമിച്ചാലും ശരി, സത്യത്തിൽ നിന്ന് നിങ്ങൾ എത്ര കണ്ട് ജനങ്ങളെ തടയാൻ ശ്രമിച്ചാലും ശരി, അവരസത്യം തിരിച്ചറിയും. ബ്രിട്ടനും യൂറോപ്പും അമേരിക്കയും ഒക്കെ ഇന്ത്യ ഒരിക്കലും നമ്മളെക്കാൾ വളരരുത് എന്ന് ആഗ്രഹിച്ചു. എന്തുപറ്റി? ഒരു രാജ്യവും നമ്മളെക്കാട്ടിൽ മേലെ വരരുത് എന്നാണ് യൂറോപ്യൻ രാജ്യങ്ങൾ, അമേരിക്ക ഇതൊക്കെ ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. പക്ഷേ ഏത് രാജ്യമായിരുന്നാലും ഏത് നേതാവായിരുന്നാലും ശരി, അവർ ജനാധിപത്യം, മനുഷ്യാവകാശം, ന്യൂനപക്ഷം അങ്ങനെ പല ഇതുമായിട്ട് വരും. ഇന്ത്യ ലോകത്തെ 5ാമത്തെ സാമ്പത്തിക ശക്തിയായി വളർന്നതിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിന്റെ കഴിവ് വിദേശ ശക്തികൾക്ക് അറിയാം. അവരെന്ന് പറയുമോ ഇന്ത്യ ഞങ്ങളെക്കാൾ വളരരുതെന്ന്? ഉള്ളിലുണ്ടാകും, പക്ഷെ അംഗീകരിച്ച് കൈ കൊടുക്കും. ലോകോത്തര നേതാവായിട്ട് നരേന്ദ്രമോദി വളർന്നതും ഇന്ത്യയെ വൻ സാമ്പത്തിക ശക്തിയാക്കി വളർത്തിക്കൊണ്ടുവന്നപ്പോഴും ജനങ്ങൾക്ക് മനസ്സിലായി ഇന്ത്യയും മനുഷ്യന്റെ കയ്യിൽ സുരക്ഷിതമാണെന്ന്. കൈയിട്ട് വാരി ഖജനാവ് കാലിയാക്കേണ്ടെന്ന അവസ്ഥ നരേന്ദ്രമോദിക്കില്ലെന്ന് മനസ്സിലായി. അവർക്ക് മനസ്സിലായി വിദേശ ശക്തികൾക്ക് നരേന്ദ്രമോദി എത്രമാത്രം ദീർഘദൃഷ്ടിയുള്ള നേതാവാണെന്ന്. സ്വാഭാവികമായിട്ടും നരേന്ദ്രമോദിയെ തകർത്താൽ മാത്രമേ ഭാരതത്തെ നമുക്ക് തൊടാൻ പറ്റൂ എന്നവർക്ക് മനസ്സിലായി. അതുകൊണ്ട് മോദിയെ ഇല്ലാതാക്കാൻ 2 വഴികളുണ്ട്. ഒന്ന്, ഇണക്കി നക്കി കൊല്ലാം. 2, പിണക്കി കുത്തിക്കൊല്ലാം. 2ഉം ശ്രമിച്ചു. മൈ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കയറ്റിപ്പിടിച്ച് നമ്മുടെ ട്രംപ് നരേന്ദ്രമോദിയെ വാനോളം പൊക്കി. പഹൽഗാം ഭീകരാക്രമണം വന്നപ്പോൾ പറഞ്ഞു ഞാൻ പറഞ്ഞതുകൊണ്ടാണ് നിർത്തിയതെന്ന്. നരേന്ദ്രമോദി പറഞ്ഞേ അല്ല. ആരും പറഞ്ഞതുകൊണ്ടോ ആരും കാല് പിടിച്ചതുകൊണ്ടോ അല്ല. തെറ്റെന്താണ് എന്ന് മനസ്സിലാക്കി പാകിസ്ഥാന്റെ കാര്യം ബോധ്യപ്പെട്ടു. അവർക്ക് ഞങ്ങൾ നല്ല പണിയും കൊടുത്തു. അവരുടെ 9ഓളം ആണവ നിലയങ്ങൾ നമ്മൾ തീർത്തിട്ടുണ്ട്. 3 ഓപ്പറേഷനിലൂടെ. വേണ്ടി വന്ന 4ാമത്തതും കൊടുക്കും. അവർ തിരിച്ചിനിയും 10 വിടർത്തി ആടിയാൽ അടുത്തത് കൊടുക്കും. അല്ലാതെ ട്രംപ് പറഞ്ഞത് കൊണ്ടല്ല. ഇണക്കി പിടിച്ചിട്ട് നക്കാൻ പറ്റുന്നില്ല. മാലി മുഹമ്മദ് മൊയ്സു പിണങ്ങി ഒന്ന് കുത്തിക്കൊല്ലാൻ നോക്കി. അവിടെയും കൊടുത്ത് പണി. പിന്നീട് അയാളും വന്ന് കാല് പിടിക്കാൻ തുടങ്ങി. ഭാരതത്തെ തകർക്കാൻ അപകടകാരിയായിട്ടുള്ള ഇന്ത്യ സ്നേഹിയായ നരേന്ദ്രമോദി ഇങ്ങനെ നിവർന്നു നിൽക്കുന്നിടത്തോളം സാധിക്കില്ല. പിന്നീട് ഐസിസുകാരെയൊക്കെ ഇറക്കി നരേന്ദ്രമോദിയുടെ തല എടുത്തുകൊണ്ട് വരാൻ. നരേന്ദ്രമോദിയുടെ തല പോയിട്ട് ഒരു പൂടയിൽ പോലും തൊടാൻ ഇവന്മാർക്ക് കഴിയില്ല. BBC-യുടെ കളി നമ്മൾ കണ്ടു. നരേന്ദ്രമോദിയെ തകർക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഗുജറാത്ത് കലാപത്തെ പൊക്കിയെടുത്തൊരു ഡോക്യുമെന്ററി ആയി കൊണ്ടുവന്നപ്പോൾ ഈ രാജ്യവിരോധികളായിട്ടുള്ള ആളുകൾ അത് നെഞ്ചിലേറ്റി. അപ്പോഴേക്ക് നമുക്ക് ഗോദ്രയിലെ തീവണ്ടി തീവെപ്പിനെ കുറിച്ച് ജനങ്ങൾക്ക് ബോധവൽക്കരണം നടത്താൻ ഒരു സാഹചര്യം ഒരുക്കി. ഇവരുടെ ചില അജണ്ടകൾ, ഇതൊക്കെ ഓരോ നീക്കത്തിന്റെ ഭാഗമായി രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ജോർജ് സോറോസ് നരേന്ദ്രമോദിയെ വീഴ്ത്താൻ നേരിട്ടിറങ്ങുന്നു. ഇറ്റലിക്കാരിയുടെ സഹായത്തോടെ പണമൊഴുക്കുന്നു. അടുത്ത 2024 ലോക്സഭാ ഇലക്ഷന് മുമ്പ് ഇതിലും വലുത് പ്രതീക്ഷിക്കാമെന്ന് അന്ന് ജോർജ് സോറോസ് പറഞ്ഞു വെച്ചു. എന്നിട്ട് ഓരോരോ ടെക്നോളജി ഉപയോഗിച്ച് തുർക്കി സിറിയയിൽ നടത്തിയ ഭൂകമ്പം ഇന്ത്യയിലും ഉണ്ടാകാൻ വകയുണ്ട് എന്ന് നരേന്ദ്രമോദി കുറച്ച് നേരത്തെ തന്നെ മനസ്സിലാക്കി. കൊറോണ വൈറസ് ഇന്ത്യയിലെയും ചൈനയിലെയും 300 കോടി ജനങ്ങളിൽ 100 കോടി ജനങ്ങളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി അവര് പ്ലാൻ ചെയ്തു. അന്ന് നമ്മൾ രക്ഷപ്പെട്ടത് നരേന്ദ്രമോദി എന്ന് പറയുന്ന അപകടകാരിയായ രാജ്യസ്നേഹി ഈ ഇന്ത്യയുടെ നെറുകയിലിരുന്നത് കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ കൊറോണ വൈറസിൽ പെട്ടു 100 കോടി ആളുകൾ മരിച്ചു പോകുമായിരുന്നു. നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിലെ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒന്നും മാധ്യമങ്ങളും ഒന്നും ഈ രാജ്യത്തിന്റെ താല്പര്യത്തോടൊപ്പം നിന്നില്ല. സോണിയ കുടുംബത്തോട് ഈ വിദേശ സംഘടനകൾക്ക് ഒരു പ്രത്യേകമായിട്ടുള്ള മമതയുള്ളതും ഇറ്റലിക്കാരിക്ക് എന്തുകൊണ്ടാണ് ജോർജ് സോറോസിനോട് ചേർന്ന് നിൽക്കണം എന്ന് ആഗ്രഹിച്ചതെന്നും ആലോചിച്ചാൽ മതി. ഇന്ത്യ ഒരിക്കലും നന്നാകരുത്.
ഇന്ത്യ ഒരിക്കലും വളരരുത് എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. പക്ഷേ അതിന് വിപരീതമായ ഫലമാണ് ഇവിടെ കിട്ടിയത്. നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യയിൽ എന്ത് രൂപത്തിലുള്ള മാറ്റങ്ങളാണ് വന്നത് എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു. 70 കൊല്ലം ഇന്ത്യ ഭരിച്ചിട്ട് അണ്ണാക്കിൽ പഴവും തിരികെ സുഖലോലുപതിയിൽ രാജകീയമായിട്ടുള്ള ജീവിതം ആസ്വദിച്ച നെഹ്റു കുടുംബം ഈ രാജ്യത്തിന് എന്താണ് സംഭാവന ചെയ്തതെന്ന് എണ്ണി എണ്ണി അവരൊന്ന് പറയട്ടെ. ഒരു പതിറ്റാണ്ടിന് മുമ്പ് 3 ദശലക്ഷം ആളുകൾ വീടില്ലാത്തവരായിരുന്നു. പ്രധാനമന്ത്രിയുടെ ഭവന പദ്ധതിയിൽ അത്രയും ആളുകൾക്ക് വീട് കിട്ടി. ഒരു ദശാബ്ദം മുമ്പ് 11.68 കോടിയിലധികം വീടുകളിൽ ടോയ്ലറ്റുകൾ ഉണ്ടായിരുന്നില്ല. സ്വച്ഛ് ഭാരത് എന്ന് പറയുന്ന പദ്ധതിയിൽ അവർക്ക് ടോയ്ലറ്റുകൾ കിട്ടി. ഒരു ദശാബ്ദം മുമ്പ് സർക്കാർ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികൾ ഉണ്ടായിരുന്നില്ല. ഇന്ന് 50 കോടിയോളം ജനങ്ങൾക്ക് 5 ലക്ഷം വരെ ആയുഷ്മാൻ ഭാരത് എന്ന് പറയുന്ന സൗജന്യ പദ്ധതിയിൽ നിന്നും ചികിത്സാ സൗകര്യങ്ങൾ കിട്ടുന്നുണ്ട്. ഇത് ആര് നിങ്ങൾക്ക് പറഞ്ഞു തരും? ഒരു ദശാബ്ദം മുമ്പ് 9.56 കോടി വീടുകളിൽ ഗ്യാസ് കണക്ഷൻ ഉണ്ടായിരുന്നില്ല. ഉജ്ജ്വല എന്ന പദ്ധതിയിലൂടെ അവർക്ക് സിലിണ്ടർ കിട്ടി, ഗ്യാസ് കണക്ഷൻ കിട്ടി. ഒരു ദശാബ്ദം മുമ്പ് റെയിൽവേ ട്രാക്കുകളിൽ, സ്റ്റേഷനുകളിൽ ടോയ്ലറ്റ് അഴുക്ക് മാത്രമാണ് കിട്ടിയിരുന്നത്. മനസമാധാനത്തോടു കൂടി ഒരാൾക്ക് പോകാൻ പറ്റിയിരുന്നില്ല. ഇന്ന് എല്ലാ ട്രെയിനുകളിലും 100% ബയോ ടോയ്ലറ്റുകൾ. 180 കിലോമീറ്റർ വേഗത്തിൽ അത്യാധുനികമായിട്ടുള്ള വന്ദേ ഭാരത് ട്രെയിൻ ഓടുന്നു. കേരളത്തിൽ 2 ട്രെയിനുകൾ ഓണത്തിന് മുമ്പ് തിരുവനന്തപുരം മംഗലാപുരം 5 മണിക്കൂർ കൊണ്ടെത്തുന്ന, അതുപോലെ എറണാകുളം ചെന്നൈ വരെ 5 മണിക്കൂർ കൊണ്ട്, എറണാകുളം ബാംഗ്ലൂർ 5 മണിക്കൂർ കൊണ്ട്. ഇതൊക്കെ നരേന്ദ്രമോദിയുടെ ഭരണപരിഷ്കാരങ്ങളിൽപ്പെട്ടതാണ്. ഒരു ദശാബ്ദം മുമ്പ് കർഷകർക്ക് വിള ഇൻഷുറൻസ് ഉണ്ടായിരുന്നില്ല. ഇന്ന് 11.42 കോടി ജനങ്ങൾക്ക്, കർഷകർക്ക് പ്രധാനമന്ത്രി വിള ഇൻഷുറൻസ് പദ്ധതിയുണ്ട്. ഒരു ദശാബ്ദം മുമ്പ് 11.37 കോടി കർഷകർക്ക് അവഗണനകൾ മാത്രമായിരുന്നു ഫലം. ഇന്നവർക്ക് പ്രധാനമന്ത്രിയുടെ നേരിട്ടുള്ള വർഷത്തിൽ 8000 രൂപ ഫണ്ട് വരെ ലഭിക്കുന്നുണ്ട്. ഒരു ദശാബ്ദം മുമ്പ് 50 ലക്ഷം റെഹഡി ട്രാക്കുകളുള്ള കടയുടമകൾക്ക് സൗകര്യം ഉണ്ടായിരുന്നില്ല. ഇന്ന് ശ്രമയോഗി ഹോണർ സ്കീമിന്റെ പിന്തുണ അവർക്ക് ഉണ്ട്. കർഷകരുടെ വിളകൾക്ക് ന്യായവില നൽകാൻ ഒരു മാർക്കറ്റ് ഉണ്ടായിരുന്നില്ല. ഇന്ന് 1.74 കോടി കർഷകർ ഈ നെയിം എന്ന പ്ലാറ്റ്ഫോമിന്റെ പ്രയോജനം ഉപയോഗപ്പെടുത്തുന്നു. ഒരു പതിറ്റാണ്ട് മുമ്പ് സൈന്യത്തിന് ആയുധങ്ങൾ ഉണ്ടായിരുന്നില്ല മതിയായത്. ഇന്നത് റാഫേൽ, ചിനൂക്ക്, ബ്രഹ്മോസ്, തേജസ്, അഗ്നി, ആകാശം, ആയുധങ്ങൾ, വിമാനങ്ങൾ. കരസേന, നാവികസേന, വ്യോമസേന സജ്ജരായി. പതിറ്റാണ്ടു മുമ്പ് ഇന്ത്യ ഒരു പ്രതിരോധ ഇറക്കുമതി രാജ്യമായിരുന്നു. ഇന്ന് നമ്മൾ വ്യത്യസ്തമായ ആയുധ കയറ്റുമതി ചെയ്യുന്ന രാജ്യമായിട്ട് മാറി. ഇന്ത്യയിലെ മൊബൈൽ ഫോണുകൾ ഇറക്കുമതി ചെയ്തു. ഇന്ന് ഇന്ത്യ ലോകത്തിലെ 2ാമത്തെ വലിയ മൊബൈൽ ഫോൺ നിർമ്മാതാവാക്കി മാറ്റി. 18,000-ലധികം ഗ്രാമങ്ങൾ സ്വാതന്ത്ര്യം ലഭിച്ച് 70 വർഷം കഴിഞ്ഞിട്ടും ഇരുട്ടിലായിരുന്നു. ഇന്ന് വൈദ്യുതി ഇല്ലാത്ത ഒരു ഗ്രാമം പോലുമില്ല. ഏതാനും ഗ്രാമപഞ്ചായത്തുകളിൽ മാത്രം ഒപ്റ്റിക്കൽ ഫൈബർ ശൃംഖല ഉണ്ടായിരുന്നു. ഇന്ന് 1.88 ലക്ഷം ഗ്രാമപഞ്ചായത്തുകളിൽ ഒപ്റ്റിക്കൽ ഫൈബർ ശൃംഖലയുണ്ട്. മുമ്പ് ഒരു പൊതു സേവന കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇന്ന് 5.49 ദശലക്ഷം പൊതുസേവന കേന്ദ്രങ്ങളുണ്ട്. ദേശീയ പാത ശൃംഖലയുടെ 98,000 കിലോമീറ്ററിൽ താഴെ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇന്നത് 1.44 ലക്ഷം കിലോമീറ്ററിലധികം ദേശീയ പാത ശൃംഖലയുണ്ട്. ദരിദ്രർക്ക് വില കുറഞ്ഞ മരുന്നുകളൊന്നും ലഭ്യമായിരുന്നില്ല. ഇന്ന് 8.9 മാസ് ഫാർമസ്യൂട്ടിക്കൽ സ്റ്റോറുകൾ, അതായത് ജനസേവന കേന്ദ്രങ്ങൾ, മെഡിക്കൽ സ്റ്റോറുകൾ, ജനകീയ മെഡിക്കൽ സ്റ്റോറുകൾ. അവിടെ ജനറിക് മരുന്നുകൾ 60% മുതൽ 80% വരെ വിലക്കുറവിലാണ് കിട്ടുന്നത്. 2.18 കോടി വീടുകളിൽ വൈദ്യുതി ഉണ്ടായിരുന്നില്ല. ഇന്ന് അവരുടെ വീട് ഭാഗ്യ പദ്ധതി കൊണ്ട് പ്രകാശപൂരിതമായി.
എണ്ണപ്പെട്ട സ്റ്റാർട്ടപ്പുകൾ ഉണ്ടായിരുന്നു. ഇന്ന് 84,000-ലധികം സ്റ്റാർട്ടപ്പുകളായി. 47.78 കോടി ആളുകൾക്ക് ഒരു പതിറ്റാണ്ട് മുമ്പ് വരെ ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരുന്നില്ല. ഇന്ന് പ്രധാനമന്ത്രി ജൻധർ ബാങ്ക് അക്കൗണ്ടുകൾ ലഭ്യമാക്കി കൊടുത്തു. പിന്നെ കർഷകർക്ക് സോയിൽ ഹെൽത്ത് കാർഡ് ഉണ്ടായിരുന്നില്ല. 22.91 കോടി കർഷകർക്ക് ഈ കാർഡ് ഇന്നുണ്ട്. ഇന്ത്യക്ക് ബഹിരാകാശത്ത് യുദ്ധം ചെയ്യാനുള്ള കഴിവുണ്ടായിരുന്നില്ല. ഇന്ന് അതിവിദഗ്ധരായിട്ടുള്ള ആളുകളെ നിർമ്മിക്കാൻ സാധിച്ചു. ചൈനയും പാകിസ്ഥാനും ഇന്ത്യയെ ചൊറിഞ്ഞുകൊണ്ടിരുന്നു. നമ്മൾ മൗനികളായിരുന്നു ഇതുവരെ. ഇപ്പോൾ തിരിച്ചടിക്കാൻ ഇന്ത്യ പഠിച്ചിരിക്കുന്നു. ഇന്ത്യയിൽ ബുള്ളറ്റ് ട്രെയിൻ ഒരു സ്വപ്നമായിരുന്നു. ഇന്ന് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക് അതിവേഗം നീങ്ങുന്നു. വലിയ റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡുകളൊക്കെ വൃത്തിഹീനമായിട്ടുള്ള അവസ്ഥയായിരുന്നു. ഇന്ന് അത്യാധുനിക സൗകര്യങ്ങളിൽ സ്ത്രീകൾക്ക് റെസ്റ്റ് റൂം വരെ. ഇന്ത്യൻ റെയിൽവേയുടെ അവസ്ഥ ഗുരുതരമായിരുന്നു. ഇന്ന് റെയിൽവേയുടെ കുതിപ്പിനെ കണ്ട് ജനങ്ങൾ അന്തം വിടുക. തീർപ്പ് കൽപ്പിക്കാത്ത പ്രധാനപ്പെട്ട പ്രോജക്റ്റുകൾ ഇന്ന് പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുക. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ ഫ്രാജൈൽ 5-ലാണ് കണക്കാക്കുന്നത്. ഇന്ന് നമ്മൾ ലോകത്തിലെ ഏറ്റവും വലുതും അതിവേഗം വളരുന്നതുമായിട്ടുള്ള 5ാമത്തെ സമ്പദ് വ്യവസ്ഥയായി മാറി. അയോധ്യയിൽ രാമക്ഷേത്രം പണിയാൻ ഒരു പതിറ്റാണ്ട് മുമ്പ് കോടതിയിൽ കേസ് നടത്തി. ഇന്ന് രാമക്ഷേത്രവും ബാബരിയും നിർമ്മിക്കപ്പെട്ടു. നമ്മുടെ വിശ്വാസ കേന്ദ്രങ്ങളെ ഗവൺമെന്റുകൾ ശ്രദ്ധിച്ചിരുന്നില്ല. ഇന്ന് എല്ലാ ആരാധനാലയങ്ങളും ഏതാണ്ട് കേന്ദ്ര സർക്കാർ നിരീക്ഷിക്കപ്പെടുന്ന രൂപത്തിലേക്ക് വന്നു. വടക്കേ ഇന്ത്യയിലെ മലയോര പ്രദേശങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇന്ന് റെയിൽവേ, റോഡ്, എയർ കണക്ടിവിറ്റി ഒക്കെ കിട്ടി. 83% ഗ്രാമീണ വീടുകളിൽ ടാപ്പിൽ നിന്ന് വെള്ളമില്ല. ഇന്ന് 10.67 കോടി, അതായത് 55.62% ഗ്രാമീണ വീടുകളിൽ വാട്ടർ ലൈഫ് മിഷൻ, അതായത് ജൽ ജീവൻ പദ്ധതി വഴി വെള്ളം കിട്ടുന്നുണ്ട്. മുമ്പ് ഇന്ത്യ ലോകത്ത് കറണ്ട് കട്ടിന് പേര് കേട്ട രാജ്യമായി മാറി. ഇന്ന് 22 മണിക്കൂറെങ്കിലും തടസ്സമില്ലാതെ വൈദ്യുതി ആളുകൾക്ക് കിട്ടുന്നുണ്ട്. പിന്നെ മുമ്പ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇന്ന് ശക്തനായിട്ടൊരു ഭരണാധികാരിയുണ്ട്. ഈ കപ്പലിൽ ഒരു കപ്പിത്താനുണ്ട് എന്ന് വിളിച്ചു പറയാതെ തന്നെ ജനങ്ങൾ പറയുന്നു ഈ കപ്പല് മുങ്ങില്ല മക്കളെ. കാരണം എന്താ? ഈ രാജ്യം ഭരിക്കുന്നത് ഈ കപ്പിത്താന. ഈ കപ്പലിനകത്ത് നിങ്ങൾ സുരക്ഷിതരാണ്. ഈ കപ്പലിനകത്തുള്ളവർ കപ്പലിനകത്തു തുളയിടാതെ, ഓട്ടയിടാതെ കപ്പിത്താൻ നോക്കിക്കോളുമെന്ന്. ചുറ്റിനും ആളുകൾ ഇങ്ങനെ ഇവരെ നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കുന്നു എന്ന് പറയുന്നു. പിന്നെ എങ്ങനെയാണ്?